ആണോ? കൃഷ്ണേട്ടൻ ഇവിടെ ഉണ്ടോ? ഇല്ല, കൃഷ്ണൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെയാ കൃഷ്ണേട്ടൻ? ബില്ല് റെഡി ആയിട്ടുണ്ട്, അടച്ചോളൂ. ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം. ഡ്രിപ്പ് തീരുമ്പോഴേക്കും എവിടെയാ പോണ്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടേ പോകുന്നുള്ളൂ. അവൾ ഇതുവരെ ഒന്നും മറന്നിട്ടില്ലല്ലോ ചന്ദ്രേട്ട. കൃഷ്ണന്റെ കാര്യം ചോദിച്ചപ്പോ എന്തൊരാകാംക്ഷയാ, കണ്ണിൽ എന്തൊരു തിളക്കവാ. ചില സ്നേഹങ്ങൾ അങ്ങനെയാ രുക്മിണി, കാലം എത്ര കഴിഞ്ഞാലും മറക്കാനോ മായ്ക്കാനോ പറ്റില്ല. രാധ തിരിച്ചു വരുമ്പോ എവിടേക്കാ പോകണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അഞ്ജലി ഇതോടെ പോയി? ഇവിടെ എത്തിയില്ലെന്നാണല്ലോ ഉമാദത്തൻ സാറ് പറഞ്ഞത്. അയ്യോ, അച്ഛൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യമാണോ? അച്ഛൻ എന്താ കിട്ടാത്തത്? അഞ്ജലി എന്ന് വിളിച്ചു നോക്കാം. ഹലോ പ്രസാദേട്ടാ. എവിടെ അഞ്ജലി? ഞാനിവിടെ എത്തിയല്ലോ. അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി പ്രസാദേട്ടാ. ആക്സിഡന്റോ? എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കല്ല ആക്സിഡന്റ്, എനിക്ക് പരിചയമുള്ള ഒരാൾക്കാ. എന്നിട്ട് എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഡ്രിപ്പ് ഇട്ടിരിക്കുക, തീർന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലാ, പക്ഷെ വരണമെന്നൊന്നുമില്ല. അതിവിടെ അടുത്തല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. താൻ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ശരി. എന്തായാലും തനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ആക്സിഡന്റ് പറ്റി കിടക്കുന്നേ, ഞാനിവിടെ വന്ന് കണ്ടേക്കാം. ഇവിടെ അവർക്ക് ബന്ധുക്കളാരും ഇല്ലെന്നാ പറഞ്ഞത്. എന്തോ അത്യാവശ്യത്തിന് വന്നതാണെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും പ്രസാദേട്ടൻ വന്ന് കണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്ക്. ശരി, ഒരു 5 മിനിറ്റ് ഞാൻ വരാം. താൻ അവിടെ നിൽക്കേ. ശരി. പ്രസാദേട്ടൻ വന്ന അമ്മാവനും അമ്മായിക്കും അതൊരാശ്വാസമായിരിക്കും. ഇതെന്താ ബാഗ് എടുത്തോണ്ട് പോകുന്നു? പടം വരച്ച് തന്നല്ലോ സർ. എന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോവാ സർ. സോറി, നീ മിടിക്കുക, അതിസമർത്ഥ. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല ആര്യ. എന്തു പറ്റി സർ? ഇനി എന്താ വേണ്ടത്? നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി എവിടെ? ഞാൻ ചിത്രം വരച്ച് തന്നല്ലോ സർ. അത് ഒരെണ്ണമല്ലേ, ഇനിയുണ്ട് വരയ്ക്കാൻ. ഇവര് രണ്ടുപേരും ബാക്കി നിൽക്കുന്നു പടം വരയ്ക്കപ്പെടാനായിട്ട്. രാധയെ വരച്ചതുപോലെ ഇവരെയും കൂടി താൻ വരയ്ക്കണം. ദർശന ആൻഡ് സൗഭാഗ്യ രണ്ടുപേരെയും വേണം. അതുകൂടി വരച്ചു കഴിഞ്ഞാലേ ആര്യയ്ക്ക് പോവാൻ പറ്റൂ. എന്താ, വരയ്ക്കില്ലേ? വരയ്ക്കാം സർ. വെറുതെ വരച്ചാ പോരാ, മുമ്പത്തെ പോലെ കൃത്യമായിരിക്കണം. ഇപ്പോഴത്തെ ദർശനയും സൗഭാഗ്യയും കൊത്തി വച്ചതുപോലെ വരയ്ക്കണം താൻ. എങ്കിൽ തുടങ്ങിക്കോ മണിച്ച.
ചേച്ചിയുടെ ചിത്രം കറക്റ്റായി വരച്ചതുകൊണ്ട് ഇയാളിനി ഞാൻ ഏത് ചിത്രം വരച്ചാലും വിശ്വസിച്ചോളൂ. അഞ്ജലി, ആ ഇത്ര പെട്ടെന്ന് പ്രസാദേട്ടൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വലിയ ദൂരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? താനെന്ത് ചെയ്യായിരുന്നു? ഫാർമസിയില് മരുന്ന് വാങ്ങാൻ ക്യൂ നിന്നും മടുത്തു. ഒടുവില് പുറത്തുനിന്ന് വാങ്ങാന്ന് കരുതി ഹോസ്പിറ്റൽ ബില്ല് മാത്രം അടച്ചു. എന്നിട്ട് എവിടെ തന്റെ ബന്ധുക്കൾ? റൂമിലാ, വാ പരിചയപ്പെടാം. ദാ ഇതുവഴിയാ പോണ്ടത്, വാ. എവിടെ അവര്? അറിയില്ല, ഞാൻ ബില്ലടയ്ക്കാൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പോയെന്നാ തോന്നുന്നേ. ബാഗൊന്നും കാണുന്നില്ല. അതെന്ത് മര്യാദ കേടാ? തന്നോടൊരു നന്ദി വാക്കുപോലും പറയാതാണോ പോയത്? നന്ദി പറഞ്ഞില്ലെന്നുള്ളതല്ല പ്രശ്നം. അവര് എവിടേക്കാ പോയതെന്ന് അറിയേണ്ടത്. ആ, പോയൊരു പോട്ടെ. പൂർണ്ണിമ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ദത്തൻ സാറും പ്രത്യേകം അന്വേഷിച്ചു. പാടോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. സർ, കഴിഞ്ഞോ? വരൂ സർ. ഇതാണ് സർ രണ്ടാമത്തെ കുട്ടിയുടെ ചിത്രം. കൊള്ളാം. ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. രണ്ടു പേർക്ക് നല്ല സാമ്യമുണ്ട്. കറക്റ്റ് ആര്യ. ഇത് കണ്ടോ? ദർശനെ കണ്ടോ താൻ? അതെ, ഈ പടം ദർശനയുടെ തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ? എന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, നമ്മളാരും ദർശനെ വളർന്നതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് ആ കുട്ടിയുടെ രൂപമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം? എടോ വിദ്യാസുര, രാധെ ആര്യ കണ്ടിട്ടുണ്ടോ? കാണാതെ തന്നെ കൃത്യമായി വരച്ചു തന്നില്ലേ? അത് തന്ന്. അതുപോലെ തന്നെയാ ഇതും. 100% വിശ്വസിക്കാം. ഇത് ദർശന തന്നെയാ. വരയ്ക്കാര്യ, അടുത്ത ആളെ കൂടി വരയ്ക്ക്. സൗഭാഗ്യെ കൂടി കാണാൻ എനിക്ക് തിടുക്കമായി. വരയ്ക്ക്. അതോടെ എന്റെ ജോലി കഴിഞ്ഞു.
സാർ വരൂ സാർ. എന്നാ വാ. ഇതാണോ ആ ഇളയാള്, ആ സൗഭാഗ്യ? അതെ. ആ അതെ, അതേ കണ്ണുകൾ. യെസ്, ഇത് തന്നെയാണ് സൗഭാഗ്യ. സൂപ്പർ ആര്യ, സൂപ്പർ. നീ ചെയ്തു തന്ന സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല. എന്റെ കോട്ടയ്ക്കൽ ദേശം തന്നെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ രാധ, എന്റെ ദർശന, എന്റെ സൗഭാഗ്യ, ഈ 3 പേരെ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഹലോ. എത്തിയോ? എന്തായി, വരച്ചു കഴിഞ്ഞോ? സാർ ഓക്കെ പറഞ്ഞോ പടങ്ങൾ കണ്ടിട്ട്? താങ്ക് യു ഹരി, താങ്ക് യു വെരി മച്ച്. നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റിനെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആര്യ, നിനക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. മനുഷ്യങ്ങ, എന്റെ സന്തോഷത്തിന് ഒരു ചെറിയ സമ്മാനം. അയ്യോ, ഇത്രയൊന്നും വേണ്ട സാർ. ഏയ് വേണം, അത്ര വലിയ ഉപകാരമാണ് ആര്യ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ദാ പിടിക്കൂ, പിടിക്ക. താങ്ക് യു സാർ. ആ, ഇതിന്റെ പകുതി ക്രെഡിറ്റ് ഹരിക്ക. ഞാൻ വെറും വാക്ക് പറയാറില്ല. ആര്യ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. ശരിക്കും സർ, എനിക്ക് ഉറപ്പാണ്. താങ്ക് യു മോളെ, നിന്റെ മാനം കത്തും. ഐ ലവ് യു ചക്കരെ. എന്താ ആര്യേട്ടത്? സോറി സർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നൈസ് ജോഡി. നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചൂടെ? കഴിക്കണമെന്ന് തന്നെയാണ് സാർ ആഗ്രഹം. എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ കാര്യം ഞാൻ പ്രസാദിനോട് പറയാം. എന്താ പോരെ? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇറങ്ങിക്കോളൂ. എന്റെ മോളെ, ലോട്ടറി എന്ന് പറഞ്ഞ ഇതാ, ആകാശം മുട്ടുന്ന അഭിനന്ദനവും കൈ നിറയെ കാശം. ഇതിന്റെ ചെലവ് ഇന്ന് തന്നെ ചെയ്യണം. വാ നടക്ക്. ഈ പിള്ളേരുടെ ഒരു കാര്യം. നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? ചന്ദ്രന്റെ വയ്യാകി ഇതുവരെ മാറിയിട്ടില്ല. മുരളിയുടെ ഓട്ടോ സ്റ്റാൻഡ് അടുത്തല്ലേ, നടക്കാവുന്ന ദൂരേ ഉള്ളൂ. എനിക്കൊരു കുറ്റബോധം. അല്ല, രാധ അത്രയും സഹായിച്ചിട്ട് ഒരു വാക്കുപോലും പറയാതെ നമ്മൾ ഇറങ്ങിപ്പോന്നത്. വേണോന്ന് വച്ചിട്ടല്ലല്ലോ, നമ്മുടെ നിസ്സഹായത കൊണ്ടല്ലേ. തനിച്ച് വിടാൻ എന്തായാലും സമ്മതിക്കില്ല. എവിടേക്കാ കൊണ്ടുപോയി വിടേണ്ടതെന്ന് ചോദിച്ചാ കൃഷ്ണന്റെ വീട്ടിലേക്കാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വച്ച് രാധയെ കണ്ടപ്പോ തന്നെ എന്റെ നെഞ്ചിൽ വെള്ളിടി വീണു. കൃഷ്ണനും ഈ നഗരത്തിൽ തന്നെയല്ലേ. രണ്ടാളും പരസ്പരം കണ്ട പഴയ സ്നേഹം പൊടിതട്ടിയെടുത്ത എന്താ ഉണ്ടാവുകയെന്നറിയാലോ. നമ്മുടെ മോന്റെ ആയുസ ആ മേഘനാഥം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നേ. അറിയാം. കുറിച്ചു തന്ന മരുന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോരായിരുന്നു. നാട്ടിൽ നിന്ന് പോരുമ്പോ നീ ഭയന്നതുപോലെ ഒരു അസുഖമില്ലാന്ന് ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്തപ്പോ മനസ്സിലായില്ലേ? അത് തന്നെ ആശ്വാസമെന്ന് കരുതി ബാക്കി ചികിത്സയൊക്കെ ഇനി നാട്ടിൽ ചെന്നിട്ട്. ആ, എത്രയായി? 70. അത്രയൊന്നുമില്ല, 50 രൂപ. ആഹാ, അത് ശരി. ആദ്യമേ ഞാൻ പറഞ്ഞതാ
ഓട്ടം കഴിയുമ്പോൾ അതും ഇതും പറയരുതെന്ന്. മര്യാദയ്ക്ക് പൈസ എടുക്കുക. ഓ കൊള്ള തന്നെ. ഞങ്ങൾക്കും ജീവിക്കേണ്ട സഹോദര. മുരളി, ആഹാ, അച്ഛനും അമ്മയും. അയ്യോ, അച്ഛനും അമ്മയും. ദൈവമേ, എൻ്റെ പ്രസാദേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അറിഞ്ഞു ഇന്ന് കൊലപാതകം നടക്കുമല്ലോ ദൈവമേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈശ്വര കാത്തോണേ. മുരളി, എന്താമ്മേ? നിനക്കെന്താടാ ഒരു ടെൻഷൻ പോലെ? ടെൻഷനല്ല, സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ അടുത്തോട്ട് വരാൻ എന്തിനാടാ മുന്നറിയിപ്പ്? അത് തന്നെ, നിങ്ങൾ തനിയെ താമസിക്കുന്നിടത്തേക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാമല്ലോ. അനിഷ്ടം കാണിക്കാൻ അവിടെ ഭാര്യമാരൊന്നും ഇല്ലല്ലോ. എന്താടാ, കൊണ്ടോ? ഈ അച്ഛന്റെ ഒരു തമാശ. പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി മോനെ. എല്ലാം വിശദമായിട്ട് പറയാം. തൽക്കാലം നീ ഓട്ടോ എടുക്ക്, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാൻ? അത് ശരി, ഇനി അതും പ്രത്യേകിച്ച് പറയണോ? എടാ പ്രസാദ്, നിങ്ങളും താമസിക്കുന്ന വീട്ടിലേക്ക് പോവാന്ന്. വീട്ടിലേക്ക് കൊണ്ടുപോയാ ഇന്നിവരെൻ്റെ അടിയന്തരം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. ഭാര്യമാരും ബന്ധുക്കളും ഒക്കെയായി വീട്ടിലെ അംഗസംഖ്യ കൂടിയ കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്കെന്താ ഇത്ര ആലോചന? അച്ഛാ, നമുക്കൊരു മുറി എടുത്താലോ? വീടത്ര വൃത്തിയോ വെടിപ്പോ ഒന്നുമില്ലാതെ കിടക്കുക. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഒരു മുറി എടുക്കണമെങ്കിലേ രൂപ എത്ര വേണം? പാഴ്ചെലവാ. അച്ഛൻ അവിടെ വന്നാൽ ശരിക്കും ബുദ്ധിമുട്ടും. അത് ഞങ്ങളങ്ങ് സഹിച്ചു. അതൊന്നും സാരമല്ല മോനെ, അമ്മ വൃത്തിയാക്കിക്കോളാം. എന്നാലും അമ്മ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊന്നും സാരമല്ല മോനെ. നിന്ന് വെയിൽ കൊള്ളാതെ വേഗം ഓട്ടോ എടുക്കും മുരളി. ദൈവമേ, ഈ ഊരാൻ കുടിക്കുന്ന ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഓട്ടോ എടുക്കും മുരളി. ദൈവമേ, വല്ലാത്ത പുലിവാനായല്ലോ. ഇവിടെ ആരുമുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. പുഷ്പേട്ടൻ കടയിലോ മറ്റോ പോയതായിരിക്കും. അതെന്തായാലും നന്നായി, നമുക്കിത്തിരി പ്രൈവസി കിട്ടുമല്ലോ. പിന്നെ പ്രൈവസി ആരുമില്ലെന്ന് കരുതി ഓവർ സ്വാതന്ത്ര്യം എടുക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, എന്ത് ചെയ്യും നീ? നല്ല മോന്ത് വെച്ചിരും ഞാൻ. എങ്കിലതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ദേ, വിടാ. ഞാൻ ഒരു താക്കോൽ എവിടെയാ വെച്ചത് നോക്കട്ടെ. അതൊക്കെ പിന്നെ നോക്കാടി. ആദ്യം നീ എനിക്കൊരു ചൂട് കോഫി താ. ദേ, മര്യാദക്കിരുന്നോണം. വേണ്ട, വിട് വിട് വിട്. പെട്ടെന്ന് താ. ഈശ്വര, എന്താണൊരു വഴി? ഇവരെ വീട്ടിലെത്തിച്ചാൽ എല്ലാം പൊളിയുമല്ലോ. നീ എന്താടാ മുരളി ഒച്ചഴയുന്നത് പോലെ ഓട്ടോ ഓടിക്കുന്നത്? വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? വണ്ടിക്കല്ല കുഴപ്പം, ഞങ്ങൾക്ക് മൊത്തത്തിൽ കുഴപ്പമുണ്ട്. ചോദിച്ചത് കേട്ടില്ലേടാ, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? കുഴപ്പം ചെറിയൊരു കുഴപ്പമുണ്ട്.
എന്താ എന്തു പറ്റി? എഞ്ചിൻ എന്തോ ഒരു കുഴപ്പം. ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇറങ്ങണോ? വേണ്ട വേണ്ട വേണ്ട, വെയിൽ കൊള്ളണ്ട, അവിടെ ഇരുന്നാ മതി. ഞാൻ ഇപ്പൊ വരാം. പ്രസാദേട്ടൻ കല്യാണത്തിന് പോയിരിക്കല്ലേ? ഹരിയെ വിളിച്ചു നോക്കാം.